നിങ്ങളുടെ റിസർച്ചിന് ഉപകരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംശയങ്ങൾ കരുതി വരുത്താൻ ഗൂഗിളിന്റെ സഹായം തേടാമല്ലോ. നിരഞ്ജനയും മാളവികയും കണ്ടില്ലല്ലോ. മാളു ക്ഷേത്രമൊക്കെ ചുറ്റിക്കറങ്ങാൻ പോയിരിക്കുകയാണ്, വരില്ലെന്നാ പറഞ്ഞത്. നിരഞ്ജൻ പിന്നെ ഗ്രാൻഡ് കിട്ടിയിട്ടേ വരുള്ളൂ. ബെസ്റ്റ്. ഞങ്ങള് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അടുക്കുന്നില്ല. 2 ദിവസം പട്ടിണി കിടന്നാലും ഒരാൾ ചായ കുടിക്കാൻ വിളിച്ചാൽ നോ താങ്ക്സ് എന്ന് പറയുന്ന കക്ഷിയാണ്. ഞാൻ ഗ്രാൻഡിന് യൂണിവേഴ്സിറ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നോക്കാം. പിന്നെ നിങ്ങൾ പോകുന്ന സ്ഥലം അത്ര സുഖകരമായ ഏരിയ അല്ല. കേരളമാണെങ്കിലും ഈ കുറവൻമല നിഗൂഢതകളുടെ ഒരു കലവറയാണ്. സീതയുടെ അച്ഛൻ തമ്പുരാന്റെ നോട്ടമുണ്ടല്ലോ എന്നുള്ളതാണ് എൻ്റെ ഏക ആശ്വാസം. അച്ഛൻ അവിടുത്തെ ആദിവാസി മൂപ്പനെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അവൻ രണ്ടും കൽപ്പിച്ച നമ്മുടെ കൂടെ വരാൻ പറ്റാത്തതിന്റെ ദേഷ്യം കണ്ടോ? പിറകിൽ കത്തിയാന്ന് തോന്നുന്നു. എൻ്റെ പൊന്ന് പീറ്ററേ. ഗ്രാൻഡ് സാങ്ഷൻ. സഹ്യപർവ്വതത്തിന്റെ മഞ്ഞു മൂടിയ മലനിരകളിലൂടെ അവർ യാത്ര തിരിച്ചു, അപകടം പതിയിരിക്കുന്ന ആ നിഗൂഢതകളിലേക്ക്. വണ്ടി പോലും കയറാത്തൊരു വലിയ മല. ഇവിടെയൊക്കെ ആരാണ് ഈ ബംഗ്ലാവ് കൊണ്ട് വെച്ചേക്കുന്നത്? ദേ, ഞങ്ങളുടെ രാജകുടുംബത്തെയും കൊട്ടാരത്തെയും ഒന്നും കുറ്റം പറയണ്ട കേട്ടോ. ദേ, അവിടെ ഒരു വെട്ടം കാണുന്നുണ്ട്, നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഭയങ്കര ബഹുമാനമാണല്ലോ നിന്നോട്. ആ, ഇതാ നമ്മുടെ കുഞ്ചാള്. சீதத்தம்பராட்டி தானே? எனக்கு நல்லா அறியாம். சின்ன வயசுல பார்த்தது தானே? അതെ, 6 വയസ്സുള്ളപ്പോ. ഭയങ്കര ഓർമ്മശക്തി. சரி சரி, அந்த காலில் நிற்காம எல்லாரும் உள்ள வாங்க. நல்லா கப்பையும் நல்லா காட்டுறஜி நான் ரெடி பண்ணி வச்சிருக்கேன். പിന്നെ നാളെ നമ്മുടെ പെരിയാറിൽ വലിയ വെള്ളമുണ്ട്, നമുക്ക് അവിടെ കുളിക്കാം. ആ ശരി ശരി, ആയിക്കോട്ടെ. പിന്നെ ഈ സീതത്തമ്പുരാട്ടി എന്നുള്ള വിളി വേണ്ട കേട്ടോ. സീത, അത് മതി. അയ്യോ അമ്മ, തമ്പുരാട്ടിയുടെ ആജ്ഞ, അത് മതി. ഇതൊക്കെ ഇങ്ങ് തന്നേര്. ഇതൊക്കെ ഞങ്ങൾ എടുത്തോളാം. നിങ്ങൾ പോയി കപ്പയും കാട്ടിറച്ചി എടുത്തു നോക്കും. நீங்க 4 பேருக்கு தான் நான் சொன்னது. இன்னொரு ஆள் எங்க? വഴിയേ വരും, ഒരു പ്രത്യേക ജീവിയാ. എവിടെ കുഞ്ചാലേ കാട്ടിറച്ചി? ஆட்டரிச்சின்னு சொன்னா மீன். അത് ശരി. மானை பிடிச்சிட்டு வேணும் ഫോറസ്റ്റുകാരനെ തൂക്കി പോട്ട് പിടിக்கிறதுக்கு. കുഞ്ചാള്, ഈ കാട്ടി പ്രേതങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ്? பிறகு நான் இன்னைக்கு கூட பார்த்தேன்ல. சத்தியமா நீங்க வர லேட் ஆகும்போது நான் சும்மா ஷெட் வரைக்கும் இறங்கினேன். அங்க போகுது பாருங்க ஒரு അശുദ്ധാത്മാവോ? അശുദ്ധമായ ആത്മാവ്. ஆமா ஆமா ஆமா. ഇനി അശുദ്ധാത്മാവിനെ കാണുമ്പോ ഞങ്ങളെ കൂടി വിളിക്കണേ. கூட்டம் பார்த்தா அதுக்கு ரொம்ப பயம், பக்கத்திலே வராது. കുഞ്ചാൾ എണീറ്റിട്ടില്ല. ഇന്നലെ നല്ല കീറായിരുന്നെന്ന് തോന്നുന്നു. അതൊക്കെ അയാളുടെ ഇഷ്ടമാട്ടെ. നമുക്ക് നമ്മുടെ ദൗത്യത്തിലോട്ട് കിടക്കാം. ദൗത്യോ? ഗ്രാൻഡൊക്കെ നമുക്ക് തന്നുവിട്ടത് 2 ദൗത്യങ്ങളെ ഏൽപ്പിച്ചല്ലേ? ഓ, പ്രേത ഗവേഷണവും പച്ചമരുന്ന് ഗവേഷണവും.
എന്നൊരു കാര്യം ചെയ്യും, പീറ്റർ പ്രേത ഗവേഷണം നടത്ത്, ഞങ്ങൾ പച്ചമരുന്ന് ഗവേഷണം ഒരു നടത്താം. കോപ്പുമില്ല, നമ്മൾ 2 ദിവസം അടിച്ചു വിളിക്കുന്നു. ഗവേഷണമൊക്കെ പിന്നെ. Cheers. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in for a ticket. I'm going on a trip and I don't plan to visit. I'm gonna stay there till I feel like I'm winning, and this is just the beginning. I need a big change, help me feel like living. I need a big swing, home runs I'm hitting, and I'll never look back, moving on till I get it all. ഇതേതോ പ്രേതപൂജ ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നല്ലോ. ഇവിടെ പൂജ നടത്ത വർഷങ്ങളായെന്ന് തോന്നുന്നു. നീ ഇവിടെ വന്നിട്ടൊന്നുമില്ലേ? ഏയ് ഇല്ല. ബെസ്റ്റ് രാജകുമാരി. വേണ്ട വേണ്ട, ഏതോ ആപത്തായതോ. ദേ അവനൊരു വലിയ നിധി കണ്ടെത്തി കേട്ടോ. ഇതേത് ഭാഷ? നമുക്ക് നിധികുംഭത്തിലേക്കുള്ള വഴിയാ അത്. ഓ, അതിലെന്താ എഴുതിയിരിക്കുന്നത്? அது உங்களுக்கு தெரிய வேண்டிய விஷயம் இல்லை. അതെന്താ? ആപത്ത് தான் பெரிய தப்பு. കുഞ്ചാള് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് അയക്കും. അവിടെ ഇതൊക്കെ വായിക്കാൻ അറിയാവുന്നവരുണ്ട്, ഞങ്ങൾ എടുത്തോളാം. അത് ഞാൻ എപ്പോഴേ വാട്സപ്പ് ചെയ്തു. ഗുഡ്. ഇനി പറ. நீங்க இந்த தாலியோல எடுத்ததே பெரிய தப்பு. உண்மையா என் ஐயா தான் இந்த காட்டுக்கே ராசா. ஆனா சீதா அம்மாவோட அப்பன் தம்பரானுக்கு அடிமையா என் ஐயா தான் இந்த காட்டுக்கே தலைவர். இடையிலெல்லாம் ஐயா பச்சை மருந்தோட கூட்டு தெளிச்சு இந்த தாலியோல கெட்டு போகாம காப்பாத்துறது விட்டார். இல்லாம பயந்து யாரும் அங்க போக மாட்டாங்க. என் ஐயாவுக்கு மட்டும்தான் அதுக்கு தைரியமும் அதிகாரமும். അല്ല കുഞ്ചാളെ, 200 வருஷம் முன்னாடி இறந்து போன கொட்டாரம் மாந்திகனோட அடக்கம் பண்ண இடம்தான் அது. இந்த தாலி ஓலையில சொல்லி இருக்கிறது അവരെ പറ്റി. ആ ഇതിൽ പറഞ്ഞിരിക്കുന്ന പോലെ പൂജകൾ ചെയ്ത ആ മന്ത്രവാദി പുനർജനിക്കുമെന്നല്ലേ? സീതാമ്മക്ക് എപ്പടി தெரியும்? ആ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ കുഞ്ചാള് പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. അന്ന് ഞാൻ കരുതിയത് അച്ഛൻ കേട്ടുവഴികെ മുത്തശ്ശിക്കത് പറഞ്ഞതാണെന്നാ. അല്ല പുള്ള, അമ്മ കേട്ടതെല്ലാം ഉണ്മതാണ്. ഇതിലെ പൂജാവിധികളെന്ന് പറയാമോ? പറയാം. ஆனா விளையாட்டுக்கு கூடி நீங்க செஞ்சு பார்க்கக்கூடாது. அப்படி செஞ்சு பார்த்தா அந்த மந்திரவாதி பூஜைக்கு தலைமை தாங்கிறவனை கொன்னுடுவான். அதனால தான் அதுக்கு யாருமே முயற்சி பண்ணாம இருக்கு. സത്യമാടാ പറഞ്ഞത്. ഞാൻ കണ്ടത് ഇരുട്ടത്തൊരു രൂപം. ഓ ഞാൻ സമ്മതിച്ചു. ആ വിഷയം വിട്. എൻ്റെ സീതമ്മേ, നിനക്ക് റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കാൻ അറിയില്ലേ? മൊബൈൽ വഴി ചാറ്റിങ്ങും ചീറ്റിങ്ങും നടക്കുന്ന സമയത്ത് നിന്നെപ്പോലെ ഒരാളെ കിട്ടിയതിൽ ഭാഗ്യം. അങ്ങനെയൊന്നും വിളിയണ്ട. ഉം? ഞാൻ പ്രണയിച്ചിട്ടൊക്കെ ഉണ്ട്. സത്യം. ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ അഗാധമായ ഒരാളെ പ്രണയിച്ചിരുന്നു. അതാരപ്പാ ആ ഭാഗ്യവാൻ? എന്ത് ഭാഗ്യവാൻ? അതെന്താ? ആ കക്ഷിക്ക് എന്നോട് പ്രണയം തീരെ ഇല്ലായിരുന്നു. പുള്ളിക്കാരൻ്റെ നോട്ടത്തിലോ ഭാവത്തിലോ സ്നേഹത്തിൻ്റെ ഒരു അംശം കണ്ടിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇവിടെ ഇരിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു ജീവിയോ? ആ ഒരു അപൂർവ ജീവി. അതും എൻ്റെ ഒരു ഭാഗ്യം. അതുകൊണ്ടല്ലേ തൻ്റെ വീട്ടുകാരോട് കല്യാണാലോചന നേരിട്ട് നടത്തിയത്? ആ കുഴപ്പമില്ല എന്ന് കരുതി നീ കരുതണ്ട.
നിന്നെ എനിക്ക് ഇഷ്ടമല്ലാതെ വിവാഹത്തിന് സമ്മതിച്ചെന്ന്. പിന്നെ ഒരു കാര്യം, എന്നെ സ്നേഹിപ്പിച്ചെടുത്തോണം. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അയാൾ ഒളിച്ചിരിപ്പുണ്ട്. അത്രയ്ക്ക് ഞാൻ സ്നേഹിച്ചിരുന്നടോ. നീ ഇതെന്തിനാടാ റെക്കോർഡ് ചെയ്യുന്നേ? ഇത് നിരഞ്ജനയക്കാൻ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ വിളിച്ച് അറിയിക്കാറുണ്ടല്ലേ? ആ, എല്ലാ വീഡിയോയും അയച്ചു കൊടുക്കാറുണ്ട്, വിളിച്ചും പറയാറുണ്ട്. ബെസ്റ്റ്. ഗ്രാൻഡ് കിട്ടിയിട്ടും ഈഗോ കാരണം വരാത്തവന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത്? അല്ലടാ, അവനെല്ലാം കുത്തി കുത്തി ചോദിക്കും. നമ്മുടെ ഓരോ പൊട്ടത്തരം കണ്ടിട്ട് അവൻ അവിടെ കുടുകൂടാ ചിരിയ. ഗ്രാൻഡ് കിട്ടിയതല്ലേ, കഴിച്ചാല് നിസ്സാരമല്ലേ ഉള്ളൂ. ചിലപ്പോ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം കാണും. എന്ന് വെച്ചാൽ നിസ്സാരം ചെലവല്ലേ. വരുന്ന വഴിക്ക് 40,000 രൂപ തീർത്തു കളഞ്ഞവരാ നിങ്ങള്. ആ പറയുന്നത് ന്യായമില്ല. ഗ്രാൻഡ് കിട്ടിയില്ലോ, പിന്നെ ഇച്ചിരി അഹങ്കാരം കൂടുതല. ഇന്ന് രാത്രി 12 മണിയാകുമ്പോൾ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും. നീയല്ലേ പൂജയ്ക്ക് ചുക്കാൻ പിടിച്ചത്? വീട്ടിന്റെ ദേഹത്ത് ഓല മനസ്സല്ലേ. സ്തോത്രം 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 സ്തോത്രം. സ്തോത്രം 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 സ്തോത്രം. എന്റെ പ്രാർത്ഥന ഫലിച്ചു, അവന് ജീവൻ തിരിച്ചു കിട്ടി. നീ പോയി കാപ്പിട്ടുണ്ടോ ആടാ? അല്ലെങ്കിൽ എനിക്കൊരു വിലയില്ല. ഞാൻ പോയി കിടന്നോ. ആ കുഞ്ചാളാണെങ്കിൽ ആരോ ചത്തെന്ന് പറഞ്ഞ് പോയതാ. ഇന്ന് പട്ടിണിയാകുന്നാ തോന്നുന്നേ. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ അവന്റെ ഒരു തമാശ. എടാ ഏതു, എണീക്കടാ, കട്ടൻ കാപ്പി കുടിക്കുക. അയ്യോ, ഇത് തൊണ്ടിയാണോ? അല്ലല്ല, നല്ലതാകെ നാരങ്ങ വെള്ളം കുടിക്കാണ്. ഇതോ? ഇത് രക്തം നടന്ന് നിലവില്ല. പൊക്കും ഞാനെല്ലാത്തിനെ പൊക്കും. കമോൺ.
മോള് വിഷമിക്കണ്ട കേട്ടോ. നാം വീഴുമ്പോൾ പതിക്കുന്നത് ദൈവത്തിന്റെ താഴ്ന്നു പോകാത്ത കൈകളിലാണ് എന്ന് ഓർമ്മ വേണം. അച്ഛൻ എപ്പോഴാ വരിക? വരാം മോളെ. ശരി, പിന്നെ വിളിക്കാം കേട്ടോ. അയ്യോ, ഫോൺ വെക്കല്ലേ അച്ഛാ. പീറ്റർ, ഞാൻ നിങ്ങളെ സീതയിൽ നിന്ന് വേർതിരിച്ച് കണ്ടിട്ടില്ല. ഞാനാ എല്ലാം ചെയ്തത്. അവരാരും സത്യം തുറന്നു പറയില്ല എന്നറിയാം. അതാണ് നിന്നെ ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞത്. ഞാനാ എല്ലാ തെറ്റും ചെയ്തത്. ഞാൻ പറയാൻ തമ്പുരാനെ. എല്ലാം ദൈവത്തിന് സമർപ്പിക്കാം, അല്ലാതെ എന്ത് ചെയ്യും? ഞാൻ വന്നിട്ട് പോയ കാര്യം അവരറിയണ്ട. നമ്മളെങ്ങനെ എത്ര കാലം ദുഃഖിച്ചിരിക്കാനാ? നമുക്ക് തെറ്റുപറ്റി. പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ് നിരഞ്ജനും മാളവും വരുന്നില്ല എന്ന് പറഞ്ഞു. നമുക്കിനി പച്ചമരുന്നുകളെ കുറിച്ച് പഠിച്ചാലോ? നമുക്ക് നാളെ മൂപ്പനെ പോയി കാണാം. നാളെ നിരഞ്ജനെത്തും, എന്നിട്ടാവാം പഠനം. ആര് പറഞ്ഞു അവൻ വരുമെന്ന്? എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞു. മൂപ്പൻ്റെ അടുത്ത് സംസാരിക്കാൻ നീ മാത്രം ചെന്നാൽ മതി എന്നാ പറഞ്ഞത്. ഞാൻ പിന്നെ വരാം. ആഹാ, ഓ അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലേ. ആ, ഞാൻ പോവാം. ഞാനും നിരഞ്ജനും പോയി മൂപ്പനെ കാണാം. ആ വിഷയം വിട്, നമുക്ക് പച്ചമരുന്നിനെ പറ്റി സംസാരിക്കാം. ராசாத்தி கூட்டவளம் சொன்னால பயம் இருப்பார் அவருக்கு. உங்களுக்கு மூலிகை செடி தானே தெரியணும். இந்த காட்டில் இல்லாமல் இருக்கிற ஒரு மூலிகை செடி கூட கிடையாது. நம்ம வீணா கலர செடி இல்லையா, கொங்கிணி, தொட்டாவாடி எல்லாமே மூலிகை செடி தான். இந்த குடியில் இருந்து யாருமே இது வரைக்கும் ஆஸ்பத்திரியில் போனது கிடையாது. இப்போதும் பிரசவம் பார்க்குறது வந்து இங்கே இருக்கிறவங்க വയറ്റാട്ടികൾ தான். അല്ല മൂപ്പ, ഈ പ്രേതങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അവൻ ഇതുവരെ അവിടെ നിന്ന് പോന്നിട്ടില്ല. നീയൊന്നും മിണ്ടാതിരിക്കാവോ? அந்த தம்பி சொன்னதிலும் கொஞ்சம் நிஜம் இருக்கு. இந்த காட்டில் நிறைய பேய் பிசாசு எல்லாமே இருப்பார். அந்த பையனும் அப்படி தானே இருந்தார். அவனும் இங்கே தான் இருப்பார். ആ വിഷയം വിട്, നമുക്ക് പച്ചമരുന്നിനെ പറ്റി സംസാരിക്കാം. அந்த ராசாத்தி பண்ண கல்யாணம் முடிக்க வேண்டிய அந்த பையன் தானே இருந்தது. നമുക്ക് പിന്നെ സംസാരിക്കാം. உங்கள் விருப்பம். ഈടാ നിരഞ്ജ, ആ ഭീകരരൂപി പറഞ്ഞ എല്ലാം ശരിയായിരുന്നല്ലേ? ഏത് ഭീകരരൂപിയുടെ കാര്യമാണോ നീ പറയുന്നേ? ആ കുഞ്ചാള്, അയാളെ കണ്ട ഒരു ഫ്രോഡ് ലുക്ക് തോന്നുന്നുണ്ടല്ലേ? എടാ, കഞ്ഞിയും കറിയും വെച്ച് തരുന്നവൻ ഫ്രോഡ് ആയാലെന്താ അല്ലേലെന്താ? അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അഭൗമശക്തിയെ കുറിച്ചുള്ള പഠനം കോട്ടയത്തോട്ട് മാറ്റിയാലോ? അവിടെ ആകുമ്പോ പ്രേതവും ഭൂതവും പാമ്പും അട്ടയും ഒന്നും ഇല്ലല്ലോ. എന്റെ ദൈവമേ! നീയും കിടന്നോ? സത്യാന്വേഷണത്തിന് ഇവിടെ ഒരു വിലയില്ല അല്ലേ? ആ പെങ്കൊച്ചെന്തി കണ്ടില്ലല്ലോ. സീത ഇവിടെ തന്നെ ഉണ്ട്. അവള് ആകട്ടല്ല, അവളോടൊന്നും ചോദിക്കാതിരിക്കാൻ നല്ലത്.
നിങ്ങളുടെ കഥയൊക്കെ കേട്ടു, ഇഷ്ടപ്പെട്ടു. കൊള്ള ഏതായാലും വലിയ പൂജ, മന്ത്രവാദം, ഉടുക്കാത്ത പൂജകൾ ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അങ്ങനെയൊന്നും നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഞാൻ അതൊക്കെ പോട്ടെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ മരിച്ച ചെറുക്കനെ രാജകുടുംബത്തിൽ പെട്ടതാണ്. ആ പെണ്ണ് കല്യാണം ആലോചിച്ച ആ ചെറുക്കനെയല്ലേ. ഏതായാലും ഞാൻ തമ്പുരാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തമ്പുരാൻ വരട്ടെ. നിങ്ങളേതാ എങ്ങോട്ട് പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. കേസിനൊരു തീരുമാനമായിട്ട് പോയാൽ മതി. പിന്നെ നിങ്ങളെ കൂടാതെ ഇവിടെ വേറെ ആരുണ്ട്? കുഞ്ചാളുണ്ട് സാർ. കേട്ടേക്കണം സാർ. അയാളൊരു പാവമാണ്. അയാളാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ അയാൾ നമ്മുടെ മൂപ്പൻ്റെ അനന്തരമാണ്. ഹായ് ഹായ് സീതമ്മ. ഹായ് അനന്ത. അമ്മാവന് വരാൻ പറ്റുന്ന സാഹചര്യമാണ്. നിങ്ങളെയൊക്കെ നോക്കാൻ എന്നെ വിട്ടിരിക്കുന്നത്. നീ കേറി വാ. നല്ല വിശപ്പുണ്ട്. കഴിക്കാൻ എന്തോ ഉള്ളേ? നല്ല ആട്ടിറച്ചിയുണ്ട്. മതിയോ? അതെന്തോ സാധനം? വാ കാണിച്ചു തരാം. എന്തെങ്കിലും ഡീറ്റെയിൽ കിട്ടിയോ? ഇല്ല സാർ, ഈ 4 പേരുടെ ഡീറ്റെയിൽ കിട്ടി. ഇയാളുടെ മാത്രം ഒരു രക്ഷയും ഇല്ല. ഇയാളുടെ മാത്രമേ കിട്ടാനുള്ളൂ. നമുക്കൊരു കറക്കം വേണ്ടി വരും. விசாரிப்போம். இங்கே அங்கெல்லாம் விசாரிப்போம். பாயுதம் கோயில் இருக்கு, அங்கே கடை இருந்துருக்கோம். அங்கேயும் விசாரிப்போம். எல்லா இடத்துலையும் விசாரிச்சுட்டு நமக்கு டீட்டெயில் கிடைச்சிடும். எப்படினாலும் கண்டுபிடிச்சிடலாம். ஒன்றும் பிரச்சனை இல்லை. நான் சொல்லி நான் கேட்டு சொல்லிட்டேன்.
ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. എല്ലാം വിധിയാണെന്ന് കരുതിയ തീർന്നു. അല്ല സീതെ, എല്ലാത്തിനും കാരണം ഞാൻ ഒന്ന് പോ പീറ്ററെ. നിന്നെപ്പോലൊരു വിഡ്ഢി വേറെ ഇല്ല. ഒന്നുമില്ലെങ്കിലും നീ ഒരു സൈക്കോളജി സ്റ്റുഡൻ്റ് അല്ലേ? അല്ല സീതെ, ഞാനെല്ലാം തടയണമായിരുന്നു. എൻ്റെ തെറ്റുകൊണ്ടാണ് എല്ലാം സംഭവിച്ചത്. ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം നീ വളർന്ന സാഹചര്യത്തിൽ നിന്നുണ്ടായ തോന്നല. വാ പോകാം. നിങ്ങളുടെ സംരക്ഷണം അവൾക്കുണ്ടാവുമെന്നൊരു ധൈര്യമുണ്ടായിരുന്നു എനിക്ക്. കാറ്റിൽ പാമ്പേടിയേറ്റ് ഒരാൾ മരണപ്പെടുന്നത് വലിയ അത്ഭുതമൊന്നുമല്ല. ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇനി ഒരാപത്തും അവൾക്കുണ്ടാവില്ല. ഇനിയൊന്നും ഉണ്ടാവില്ല, ഷുവർ. വേണ്ട സാർ. വാങ്ങിച്ചോളൂ, കൈക്കൂലി അല്ലടൂ. അധികാരമില്ലെങ്കിലും ഇപ്പോഴും ഞാനൊരു രാജാവ് തന്നെയാണ്. പാരിതോഷികമായിട്ട് കൂട്ടിയാൽ മതി. ടൗൺ വരെ പോയിരുന്നു. അമ്മ വിളിച്ചിരുന്നു കേട്ടോ. സീതയ്ക്ക് വരെ കല്യാണം ആലോചിക്കുക. മുറച്ചിറക്കനായ ഞാനാണ് അമ്മാവൻ്റെ മനസ്സിൽ. എൻ്റെ വിഷമം കണ്ടിട്ട് അച്ഛൻ ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നതാ. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. സീതയ്ക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഓക്കെയാണ്. എന്താണെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? എൻ്റെ മനസ്സ് അല്പമെങ്കിലും മനസ്സിലാക്കുക. അല്ല സീതമ്മേ. നോ, നോ മോർ. ഇതുപോലൊരു സിറ്റുവേഷനിൽ നിങ്ങൾ അനുവിനെ കൂട്ടാതെ പോയത് തെറ്റ്. കാരണം ഒരു മരണം നടന്ന വീടാണിത്. സാർ, സീതയ്ക്കന്ന് വൈറൽ ഫീവർ ആയതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം കാണുന്നത്. ആ സമയത്ത് നിങ്ങൾ ഇവനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോയത് വലിയൊരു തെറ്റ് തന്നെയാണ്. മോള് വല്ലതും കഴിച്ചോ? സീതമ്മേ, നീ എന്നോട് കള്ളം പറയാനും തുടങ്ങിയോ? മോള് വല്ലതും കഴിച്ചു എന്ന് ശുപ്പനെ വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ ഇനി എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. ശുപ്പൻ എന്നോട് കള്ളം പറയില്ലെന്ന് മോൾക്കറിയാമല്ലോ. എന്നാൽ ചെല്ല്, അതിനുശേഷം ഞാൻ മോളെ വിളിക്കാം കേട്ടോ. സീത, നീ ഇത്ര സില്ലി ആയാലോ? ടേക്ക് ഇറ്റ് ഈസി. കാലം വായിക്കാത്ത മുറിവുകളുണ്ടോ? എല്ലാം കാലം മായ്ക്കുമോ? പറ നിരഞ്ജ. അങ്ങനെ മായ്ക്കാനാണെങ്കിൽ നമ്മുടെ തലച്ചോറ് ആരെങ്കിലും തല്ലി തകർക്കണം. പൂർവജന്മ ശാപത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല.
ആരോ മനഃപൂർവ്വം ചെയ്യുന്നത്. അതിന് മാത്രം സീതയോട് പകയുള്ള ആരാ? പകയല്ല, എന്തോ ഒന്ന്. എനിക്കറിയില്ല നിരഞ്ജ. എന്നെ സ്നേഹിച്ചവർ, ഞാൻ സ്നേഹിച്ചവർ എല്ലാവരും എന്നെ വിട്ടുപോയി. ഇല്ല, അങ്ങനെ എല്ലാവരും വിട്ടു പോയിട്ടില്ല. ഞാനുണ്ട് ബാക്കി. എന്താ മുസ്തഫ ഇവരോട് മാത്രം ഇവിടെ വരാൻ പറഞ്ഞത്? നമ്മൾ ആ കുറ്റവാളിയെ കണ്ടുപിടിച്ചു സാർ. യു മീൻ? യെസ് സാർ. പീറ്ററെ, നീ എന്തിനായി മഹാപാപമൊക്കെ ചെയ്ത് കൂട്ടിയത്? എന്താണ് മുസ്തഫ താങ്കൾ ഉദ്ദേശിക്കുന്നത്? 2 പേരെ കൊന്നിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ സാർ? ഇവനത് ചെയ്തിരിക്കാൻ സാധ്യതയില്ല. സന്യാസിമാരുടെ പേരുകളാണ് ഇറങ്ങിയേക്കുന്നു. മഹാപാവി, കള്ള ഹിമാറ്. ഞാനെല്ലാം ചെയ്തത്. ഇങ്ങനെ പറയാൻ ആര് പഠിപ്പിച്ചു പീറ്റർ? ആര് പറഞ്ഞു നിന്നോട്? സാബിനെ കൈ കൊണ്ടെടുത്ത് കൊത്തിക്കാൻ അത്ര വിദഗ്ധനാണ് നീ? അല്ല, എന്റെ ആത്മാവെല്ലാം ചെയ്തത്. എന്നാ നമുക്ക് ആത്മാവിനെ അങ്ങ് പൊക്കല്ലേ? പിന്നല്ലാതെ. പറയടാ പാമ്പാട്ടി, നിന്നെ ഇനി പുറംലോകം കാണിക്കരുതെന്നാ മൂപ്പൻ പറഞ്ഞിരിക്കുന്നത്. പറയടല്ല. ഞാനെല്ലാം പറയാം. നല്ല മണം. അതെന്തായിരുന്നു സാധനം? സാറേതാ? ഞാനിവിടെ അടുത്തുള്ളതാ. ഇവിടെ അടുത്തോ? ഇവിടെ അടുത്ത് അങ്ങനെ വീടൊന്നുമില്ലല്ലോ. താഴ്വാരത്തെ ബംഗ്ലാവില്ലേ, അവിടെ. ഞങ്ങൾ കുറച്ച് പേര് ടൂർ വന്നതാണ്. അതാണോ ഇടയ്ക്കിടയ്ക്ക് ഒരു പെങ്കൊച്ച് ആറ്റി വന്ന് കുളിക്കുന്നത്? അത് ശരി, അതൊക്കെ കാണാറുണ്ടല്ലേ. അത് പോട്ടെ, എന്നെ ഈ കാടൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കാം. പൈസ തരണം. ആയിക്കോട്ടെ. കള്ളിന് കഞ്ചാവിനും വേണ്ടി. അതല്ല ചോദ്യം, ആർക്ക് വേണ്ടി? അത് നിരഞ്ജൻ സാറിന് വേണ്ടി. ഞാൻ പാമ്പിനെ കൈകൊണ്ടെടുക്കുന്നത് നിരഞ്ജൻ സാർ കണ്ടിട്ടുണ്ട്. വഴിയിൽ നിന്ന് ശല്യം ചെയ്യലെന്ന് പറഞ്ഞിട്ടില്ലേ കുഞ്ഞെ? രാജകൊട്ടാരത്തിൽ നിന്ന് തമ്പുരാൻകുട്ടികൾ വന്നിട്ടുണ്ട്. ദൂരം വാ സാറേ.
സാറേ, ഇത് വിദേശിയല്ല, മറ്റവനാ. വാറ്റ്. ഇതും അതെ, മറ്റവനാ. അവൻ എന്തിനാണ് അങ്ങനെ ചെയ്തത്? സീതക്കുഞ്ഞിനോടുള്ള ഇഷ്ടം കൊണ്ട്. പീറ്ററിലൂടെ എല്ലാം അറിഞ്ഞവൻ ഈ കാട്ടിൽ നിഴൽ പോലെ അവൻ എത്തി. പക്ഷേ യാദൃശ്യമായിട്ട് അവൻ പീറ്ററെ ടൗണിൽ വെച്ച് കണ്ടുമുട്ടി. ഇതെല്ലാം ചെയ്തു കൂട്ടിയ അവൻ ഒരിക്കൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലായ അവൻ ഈ പീറ്ററെ ഹിപ്നോട്ടിക് മെസ്സേഷനിലൂടെ സ്വയം കുറ്റമേറ്റാൻ പ്രേരിപ്പിച്ചു. പക്ഷേ സ്വയം കുറ്റം കോടതിയിൽ ഏറ്റുകഴിഞ്ഞാൽ അയാളെ ശിക്ഷിക്കാനേ നമ്മുടെ നിയമത്തിൽ സാധിക്കുകയുള്ളൂ. സീതയുടെ വാക്കുകളിൽ നിന്ന് നിരഞ്ജനെക്കുറിച്ച് വളരെ നല്ലൊരു ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. ഇനി നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണോ? അവിടെയാണ് സാർ നമുക്ക് തെറ്റിയത്. കോളേജിൽ വെച്ച് മറ്റ് റൊമാൻസും ഒന്നും ഇല്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറി ഈ കാട്ടിൽ വെച്ച് യദുവും സീതയും തമ്മിൽ അടുക്കുന്നത് അവനെ വല്ലാതെ ഫീൽ ചെയ്യിച്ചു. അവൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവൻ്റെ ബാക്കി ഡീറ്റെയിലുകളൊന്നും സാറിന് അറിയില്ലല്ലേ? കുട്ടിക്കാലം തൊട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ അന്വേഷിച്ച് വരികയാണ്. ഒരു അഭിസാരികയുടെ മകനായി ഏതോ തെരുവിൽ ജനിച്ച നിരഞ്ജൻ അവൻ്റെ അമ്മയുടെ മരണത്തോടുകൂടി ഒറ്റപ്പെട്ടു. പക്ഷേ അവനിൽ ഈ അപകർഷതാബോധമെല്ലാം വളർന്നെങ്കിലും അവൻ നല്ല രീതിയിൽ പഠിച്ചു. സ്വയം മുന്നേറി അവൻ സൈക്കോളജി സ്റ്റുഡൻറ്റ് വരെയായി. അവനെ 10 വയസ്സുള്ളപ്പോൾ ഒരു ചായക്കടക്കാരൻ, നല്ലവനായി നടിക്കുന്ന ഒരു ചായക്കടക്കാരൻ എടുത്തു വളർത്തി. പക്ഷേ അതിൻ്റെ പിന്നിലും അവന് പറ്റിയത് നെഗറ്റീവായ അവസ്ഥകളായിരുന്നു. യെസ്, എല്ലാം എനിക്ക് മനസ്സിലായി വരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ അനന്തകൃഷ്ണനെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഞാനാണല്ലേ? ടൗൺ വരെ പോയിരുന്നു. അമ്മ വിളിച്ചിരുന്നു കേട്ടോ. സീതയ്ക്ക് വരെ കല്യാണം ആലോചിക്കുക. പുറത്തിറക്കനായ ഞാനാണ്. യെസ്, എല്ലാം എനിക്ക് മനസ്സിലായി വരുന്നു. അങ്ങനെയുള്ള നിരഞ്ജന് ഇഷ്ടം തോന്നിയത് ഒരു രാജകുമാരിയോട്, എൻ്റെ മകളോട്. അതെ സാർ, അവൻ എങ്ങനെ അവൻ്റെ ഇഷ്ടം അവളോട് പറയും? അവനെല്ലാം ഉള്ളിൽ മറച്ചു വെച്ചു. സുപ്പന് ആവശ്യമുള്ള പണവും കഞ്ചാവും പൈസയും കൊടുത്തവൻ സുപ്പനെ കൈക്കലാക്കി. സുപ്പൻ്റെ കൂടെ കൂടി. സീതക്കുഞ്ഞിനെയും നിരഞ്ജനെയും കാണാനില്ല. ഡേഞ്ചർ, അവൻ അവളെയും കൊല്ലും. വാടാ വേഗം.
സീതേ, നീ എന്റെയാ. നിന്നെ ഞാൻ ആരും വിട്ടുകൊടുക്കത്തില്ല. എനിക്ക് ആരുമില്ല. നിന്നെ എനിക്ക് വേണം. നിരഞ്ജ, നീ എന്തൊക്കെ ഈ ചെയ്തു കൂട്ടുന്നത്? ഒരാൾ മറ്റൊരാളെ സ്നേഹിക്കുന്ന എങ്ങനെയാ? ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ നീ എന്തൊക്കെ തെറ്റ ചെയ്തു കൂട്ടുന്നതെന്നറിയാമോ? ദൈവം, നിയമം എനിക്കെന്താ തന്നത്? ഞാനൊരു മനുഷ്യനല്ലേ? നിന്റെ കണ്ണുകളിൽ ഒരിക്കലെങ്കിലും സ്നേഹത്തിൻ്റെ ഒരു അംശം ഞാൻ കണ്ടിരുന്നെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിച്ചേനെ നിരഞ്ജ. ആ ഒരു നോട്ടത്തിന് വേണ്ടി ഞാൻ നിഴൽ പോലെ നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു, നിറയെ സ്നേഹത്തോടെ. നിന്റെ പണിയിൽ ഞാനൊന്ന് തല കഴിച്ചോട്ടെ. ഈ ഒരു നിമിഷത്തേക്കെങ്കിലും എന്നെ ഒന്ന് സ്നേഹിക്കാവോ? എന്നെ ഒന്ന് ഇഷ്ടമാണെന്ന് പറയാവോ? നീയല്ല, എൻ്റെ സ്നേഹം അറിയാതെ പോയ ഞാനാണ് നിർഭാഗ്യവതി. നിന്നെ ഞാനറിഞ്ഞിട്ടും നിൻ പ്രണയം ഞാനറിഞ്ഞില്ലയോ. അറിയാതെ പോയൊരാഴമാം പ്രണയം നിൻ അകതാരിലാഴത്തിൽ മറഞ്ഞതന്തേ. നിൻ പ്രണയാത്ര നോവുകൾ ഇന്നും ഈ നെഞ്ചിൽ കനലായിരിന്നിടും ഓരോർമ്മയായി. അഭൗമ ശക്തികളുണ്ടെന്ന് തെളിയിക്കാൻ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഒന്നറിഞ്ഞു, ഏതൊരു വ്യക്തിയെയും അവൻ എത്ര ബുദ്ധിമാനായിരുന്നാലും വളരുന്ന സാഹചര്യമാണ് അവനെ പാകപ്പെടുത്തുന്നത്. എന്തോ ഞാൻ നിന്നെ സ്നേഹിക്കും